ശോഭ സുരേന്ദ്രൻ വീണ്ടും ഡൽഹിക്ക്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായാണ് ശോഭയുടെ യാത്ര. ശോഭ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെയാണ് തുടർച്ചയായ രണ്ടാമത്തെ ഡൽഹി യാത്ര. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന പ്രതീക്ഷ ഔദ്യോഗിക വിഭാഗവും വെച്ചുപുലർത്തുകയാണ്. കടുത്ത സസ്പെൻസിലേക്കാണ് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ചെന്നെത്തുന്നത്. തുടക്കം മുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റേത്. കഴിഞ്ഞയാഴ്ച ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശോഭയെ വീണ്ടും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. രാവിലെ തിരുവനന്തപുരത്ത് VSDP പരിപാടിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും യാത്ര. സംസ്ഥാനത്തെ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാനും ശോഭ പക്ഷം നീക്കം നടത്തുന്നുണ്ട്. ഈ മാസം ആദ്യം അമിത്ഷായുമായി ശോഭ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ബി.ജെ.പിയെ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രത്യാശയോടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ശോഭയുടെ പേജിൽ പിന്നാലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതോടെയാണ് ശോഭ അധ്യക്ഷ സ്ഥാനത്തെത്തുമെന്ന ചർച്ച സജീവമായത്. MT രമേശ്, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നു. ഒരുപക്ഷെ സുരേന്ദ്രൻ ഇനിയും തുടർന്നേക്കുമെന്ന് ഔദ്യോഗിക പക്ഷം കരുതുന്നുണ്ട്. 5 വർഷം കാലാവധി ബാധകമായില്ലെങ്കിൽ സുരേന്ദ്രന് കാര്യങ്ങൾ അനുകൂലമാകും. തൃശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയവും ഓരോ തിരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നതും സുരേന്ദ്രന് അനുകൂല ഘടകങ്ങളാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹി യാത്രയ്ക്ക് മറ്റ് പ്രത്യേകതകൾ ഒന്നുമില്ലെന്നാണ് ശോഭ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞത്. എനിക്ക് മാത്രമല്ല ഈ ബന്ധമുള്ളത്, എൻ്റെ പാർട്ടിയിലെ മുതിർന്ന മുഴുവൻ നേതാക്കന്മാർക്കും ഈ സാമുദായിക സംഘടനകളുമായിട്ട് നല്ല ബന്ധം തന്നെയാണുള്ളത്. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ, ചിട്ടയായിട്ടുള്ള രീതിയിൽ ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും കൂടുതൽ പുതിയ ആളുകളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ ഘടകങ്ങൾ അത് എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് സമവായത്തിലൂടെ അതുപോലെ തന്നെ ആളുകളുടെ അഭിപ്രായ രൂപീകരണമൊക്കെ നടത്തി വിവിധ സംസ്ഥാനത്തെ ചുമതലക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്.